അങ്ങനെ ഞങ്ങൾ രാവിലെ ഉണ്ടല്ലോ ബീച്ചിൽ ഇറങ്ങിയിട്ടോ. എന്താണെന്ന് സൂര്യോദയം കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. നല്ല രസമായിരുന്നു സൂര്യോദയം കാണാൻ. ഞാനും അച്ചും ചിക്കും കൂടി വന്നു. ചിഞ്ചും നവീനും കൂടി അവിടെ റെഡി ആണുള്ളൂ. അപ്പം ഞങ്ങൾ ഇതൊക്കെ ചായയൊക്കെ കുടിച്ച് അതൊക്കെ കണ്ടു നിന്ന് നല്ല രസമായിരുന്നു കേട്ടത്. രാവിലെ വൈകുന്നേരം അങ്ങനെ ഉരി വിട്ടിട്ടോ എല്ലാവരും കൂടി. ഉരി അടുത്ത സ്ഥലം എവിടെയാണ്? നമ്മൾ കൊൽക്കത്ത സ്ട്രീറ്റൊക്കെ എടുത്തതാണ്. പുരി ഞങ്ങൾ വിട്ട് താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് പുരി വിട്ട് അപ്പം ഞങ്ങൾ നല്ല ചൂടാണല്ലോ. അപ്പോൾ ആ ഓറഞ്ച് ഇഷ്ടം പോലെ കൂട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ ആയിരിക്കും വാങ്ങാൻ തോന്നും. അപ്പോൾ നമ്പർ വണ്ടി നിർത്തിയിട്ട് കുറച്ച് ഓറഞ്ചും വാങ്ങി. വണ്ടിയിൽ നിന്ന് കഴിക്കാൻ പോകാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഒരു കാളകുണമൊക്കെ വാലൊക്കെ പൊക്കി പിടിച്ചിട്ട് അത് കുറച്ചേരം നോക്കിയത്. അങ്ങനെ ഞങ്ങൾ പിന്നെയും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി കണ്ടോ? അത് ലണ്ടൻ ടു ശ്രീലങ്ക എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. ആക്ച്വലി ലണ്ടൻ ഒരു ശ്രീലങ്ക കണ്ടിട്ട് ഈ വഴി തിരിച്ച് കാശ്മീരിലേക്ക് പോകുമെന്ന് തോന്നുന്നു. നമ്മളെപ്പോലെ തന്നെ വാണ്ടറേഴ്സും അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ലണ്ടൻ ശ്രീലങ്കയും ഇന്ത്യയിൽ നിന്ന് ലണ്ടനൊക്കെ പോകാം. ഓക്കെ, ലണ്ടൻ ടു ശ്രീലങ്ക എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ശ്രീലങ്കയുടെ കൊടിയൊക്കെ കണ്ടോ? ആ ഡിഫൻഡറാണ് പഴയ മോഡല്. പക്ഷെ ഒടുക്കത്തെ വീഡിയോയിലാട്ടോ അവന്മാര് വെടിച്ചില്ല പോലെ പോകുന്നത്. തീരെ തന്നെ സ്പീഡില് നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ് വെച്ച്. കാരണം നമ്മുടെ ഡ്രൈവർ ക്ഷീണിതനാണ്. ഡ്രൈവർ ക്ഷീണമാണെന്നല്ല നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഡ്രൈവർ താൽക്കാലികമായി ക്ഷീണിതനാണ്, വയ്യാണ്ടായി. കണ്ടോ നമ്പറൊക്കെ കണ്ടോ? NIOO NRO. ഇത് ബേസിക്കലി ലണ്ടൻ തെരുവുകളിൽ മാത്രം കാണുന്ന ടൈപ്പ് നമ്പറാണ്. ഇംഗ്ലണ്ട് ശ്രീലങ്ക എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ അതിനകത്ത്? ഇതുപോലെ പുറകെ വരുന്ന വണ്ടിക്കാര് എല്ലാം പോസ്റ്റൊക്കെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ എടുത്തേനെ. പക്ഷെ എന്ത് ചെയ്യാം, നിർഭാഗ്യവശാൽ അതുണ്ടായില്ല. ഒഫീഷ്യൽ പേജ് ഫോളോവേഴ്സ് LON2S Hi guys, we are also wanderers, we are also travelers. ശരി നമുക്കും പിന്നെ വലിയ വണ്ടിയൊക്കെ എത്തിക്കുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ ഇടയിൽ എന്തോന്നുണ്ട് ഒറീസ വണ്ടി മറ്റേ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ്. NH16 അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും വണ്ടി വരുന്നുണ്ട്. ഇതിന്റെ ഒരു സൈഡ് റോഡൊക്കെ പണിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു സ്പീഡ് കിട്ടുന്നില്ല ഗൈസ്. അപ്പം ഞങ്ങൾ കുറച്ചേരത്തേക്ക് സൈൻ ഓഫ് ചെയ്യാം. അമ്മരെ വെടിച്ചില്ല കണക്ക് പോവാണ്. ഓക്കെ, അപ്പം വീണ്ടും സന്ധിക്കും വരേക്കും പൊങ്കൽ നൽവാഴ്ത്തുക്കൾ. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കാനായിട്ടൊരു സ്ഥലം കണ്ടുപിടിച്ചു. കണ്ട നല്ലൊരു സ്ഥലമായിരുന്നു. സ്ഥലം കണ്ടുപിടിക്കാനാണ് ഏറ്റവും വിഷമം. വലിയൊരു വയലാണ് കേട്ടോ. അങ്ങ് ദൂരെ അധികം വയലാണല്ലോ, കൃഷിക്കാരാണല്ലോ അധികവും. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു സൈഡിൽ വണ്ടി നിർത്തി. അതാ ഇച്ചിരി താഴോട്ട് ഇറങ്ങണം കേട്ടോ. പായൊക്കെ വിരിച്ച് മോന് കളിക്കാൻ ഇട്ട് കൊടുത്ത് നമ്മൾ ഫുഡ് ഉണ്ടാക്കുക എല്ലാവരും. അതാ കഞ്ഞി വെച്ചു. അപ്പം ഈ കാണുന്നത് ഇന്ത്യയിലെ വലിയൊരു നദി കേട്ടോ, മഹാനദി, ഒറീസയിലെ കണ്ടോ. അത് നല്ല ദൂരമുണ്ട് കേട്ടോ, കാണുന്ന പോലെ ഉണ്ട്. അപ്പോഴൊക്കെ നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള സ്ഥലം. ലഞ്ച് കഴിക്കാൻ ഒരു 3 മണിയൊക്കെ ആയി. നമ്മളങ്ങനെ നോക്കി കിടക്കുമ്പോൾ അത് റെസ്റ്റോറൻറ്റ് ഒരു വലിയ ബിൽഡിംഗ് അവിടെ പണിതിട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും ഓപ്പൺ അല്ല. ആ കാടൊക്കെ പിടിച്ച് ഇതൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ എല്ലാം വെറുതെ കിടക്കുകയാണ്. അപ്പം ഞങ്ങൾ എന്താക്കി അവിടെ വണ്ടി നിർത്തി ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഉച്ചക്കത്തെ ലഞ്ച് അത് ഞങ്ങൾ ചിക്കനാണ് വാങ്ങി. ചിക്കൻ വെച്ചിട്ടുണ്ടാ വെറുതെ കിടക്കുക. ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടൊന്നും ഓപ്പൺ ആയിട്ടില്ല.
അതുകൊണ്ട് ഞങ്ങൾക്കൊരു അനുഗ്രഹമായിട്ടുണ്ട്. അതും ഉച്ചക്കത്തെ ചോറും കഴിച്ച് ഞങ്ങൾ പിന്നെയും ഇറങ്ങി. കൊൽക്കട്ട എത്തി കേട്ടോ. അവിടുത്തെ ടാക്സിയുടെ കളർ ഉണ്ടോ, മഞ്ഞ കളർ, നല്ല ഭംഗിയില്ല. ഓരോ രാജ്യത്തെ ഓരോ കളറാണ് നമുക്കൊരു സന്തോഷം. എനിക്കിഷ്ടപ്പെട്ട കളർ മഞ്ഞയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൊൽക്കട്ട എത്തി ഗൈസ്. ഇത് പഴയ ട്രാമിന്റെ ലൈനാണ് കേട്ടോ. ഇവിടെ ഇതുണ്ടായിരുന്ന ട്രെയിൻ പോലത്തെ സാധനം, പക്ഷെ ഇവര് Your destination is on the left. നിർത്തി കളഞ്ഞ്. ഓക്കെ, ആ നിലത്ത് പോകുന്ന ഒരു ഇത് നമ്മള് കൊൽക്കട്ട റോഡ് തെരുവീതികളിലൂടെ സഞ്ചരിക്കുകയാണ്. പണ്ട് ആ ട്രെയിൻ പോലത്തെ ആ ഒരു ബസ് പോലത്തെ സാധനം പോകുന്ന റോഡുകളാണ്, പാളങ്ങളായിരുന്നു. പക്ഷെ 2 മാസം മുന്നേ ഇവർ സർവീസൊക്കെ നിർത്തി ഇവിടുത്തെ. അപ്പം എന്തുകൊണ്ടും വളരെ പൗരാണികമായ ബിൽഡിങ്ങുകളും ഒരുപാട് കാഴ്ചകളുമായി സമ്പന്നമാണ് കൊൽക്കട്ട സിറ്റി. നിർത്തി എന്നൊക്കെയാണ് വിചാരിച്ചത്, പക്ഷെ ഒരു ട്രാം വരുന്നുണ്ട് കേട്ടോ. പൊന്നു മോനെ, നീയാണടാ ട്രാം. അടിപൊളി വീഡിയോ കിട്ടിയിട്ടുണ്ട്. നമ്മള് കൊൽക്കട്ട തെരുവീതികളിൽ ഒരു സിഗ്നൽ ക്രോസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. നോക്കൂ, അവിടുന്ന് ട്രാം വരുന്നു. റോഡ് വരുന്ന സൈഡിൽ നിന്നെല്ലാം ട്രാം വന്നോണ്ടിരിക്കുക. പക്ഷെ ട്രാമിന്റെ പാളം മാത്രം, ട്രാം വരാൻ സമയമായിട്ടില്ല. ട്രാം ഇടയ്ക്കിടയ്ക്കുണ്ട്. പക്ഷെ പണ്ട് ഇവര് ഇത് നിർത്തിയെന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം പെട്ടെന്ന് ട്രാം കണ്ടപ്പോൾ ഒരു സന്തോഷം കാരണം എനിക്കത് അടക്കി പിടിക്കാൻ പറ്റുന്നില്ല. കൊള്ളാം, നമുക്കായി വന്ന പോലെ ഒരു ട്രാം കറക്റ്റ് സമയത്ത് വരികയും അത് നമ്മുടെ മുന്നിലൂടെ കടന്നു പോവുകയൊക്കെ ചെയ്തപ്പോൾ അത് നിർത്തി എന്നുള്ള ആ വാർത്ത ഒരു സർപ്രൈസ് പോലെയാണ് നമ്മൾ തോന്നിയത്. നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുന്നതിന്റെ എല്ലാം നമ്മള് സന്തോഷം. ഇത് നമ്മൾ ഹൗറ ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാണണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഇറങ്ങിയത്. പക്ഷെ ഇത് വന്ന് നമ്മള് പോകുന്ന തന്നെ രാത്രി ആയതുകൊണ്ട് മമതാ ബാനർജിന്റെ ഫോട്ടോ എന്താ ഹൗറ ബ്രിഡ്ജെന്നോ? വെൽക്കം ടു കൽക്കട്ട. ഇത് ഹൗറ ബ്രിഡ്ജാണ്. കാരണം ഹൗറ സ്റ്റേഷനായിരുന്നു മറ്റേ. ഇപ്പൊ ഇനി ഹൗറ ബ്രിഡ്ജ് കണ്ടില്ലെന്ന് വേണ്ട, മഞ്ഞായതുകൊണ്ടാ കാണാത്ത. എല്ലാരും എൻജോയ് ചെയ്യും, എല്ലാരും എൻജോയ് ചെയ്യും. പഴയ ടൈപ്പ് കമ്പിയാ ഹൗറ ബ്രിഡ്ജിന്റെ, ഇങ്ങനെ കേബിൾ അല്ല. In 400 meters, take the exit toward Indira Gandhi Sarani, Khidarpur Road. അതിനിപ്പോ എന്താ ഒന്നുകൂടെ കാണാമല്ലോ. ഇവിടെ എല്ലാം നമ്മുടെ കാഴ്ചകൾ മനസ്സിൽ നിൽക്കണം എന്നാണ്. ഇനി വരാൻ പോകുന്ന ബ്രിഡ്ജാണ് മോനെ ഹൗറ ബ്രിഡ്ജ്. Take the exit toward Indira Gandhi Sarani, then use the left 2 lanes to turn slightly left onto the ramp to Esplanade.